മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA എന്ന കോഴ്സ് PG കോഴ്സാണ്. MBA പഠിക്കുന്നതോട് കൂടി എന്തിനു വേണ്ടിയാണോ MBA പഠിച്ചത് ആ ബെനിഫിറ്റ്സ് ലഭിക്കുന്നില്ല എന്നുള്ളത് 80% ആൾക്കാരുടെയും ബുദ്ധിമുട്ട് തന്നെയാണ്. സോ MBA പഠിക്കുന്ന ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന ആ ഒരു എളുപ്പത്തിൽ MBA പഠിച്ചതിന് ശേഷം അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. സോ ബ്രോഡായി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ MBA നമുക്ക് രണ്ട് രീതിയിലുള്ള MBA പ്രോഗ്രാമുകളാക്കി മാറ്റാം. അതായത് ഒന്ന് നോൺ കൊമേഴ്ഷ്യൽ സ്റ്റുഡൻസ്, അതായത് കൊമേഴ്സ് ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, മാനേജ്മെൻറ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയുള്ള MBA, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാർ ചെയ്യുന്ന MBAയും, മറ്റത് കൊമേഴ്സ് റിലേറ്റഡ് ബാക്ക്ഗ്രൗണ്ടുള്ള ചെയ്യുന്ന MBA എന്നുള്ളതാണ്. സോ ആദ്യത്തെ കൂട്ടർ, അതായത് അത് എൻജിനീയറിംഗ് ആവാം, മെഡിസിൻ ആവാം, ഹ്യൂമാനിറ്റീസിലെ ഏതെങ്കിലും മേഖലയാകാം, കൊമേഴ്സുമായി ബന്ധമില്ലാത്ത, ഡയറക്റ്റ്ലി നോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് ആണ് MBA ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ MBAയിൽ കൂടി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മുൻകരുതലുകളാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളത് MBA പഠിക്കുന്നതോടൊപ്പം ആ മുൻകരുതലുകൾക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഭാഗം, അതായത് കൊമേഴ്സ് ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള, മാനേജ്മെൻറ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി അണ്ടർ ഗ്രാജുവേഷനിൽ പഠിച്ച കൂട്ടുകാരാണെങ്കിൽ അവർക്ക് കുറേ കൂടി എളുപ്പമാണ്. കാരണം അവരുടെ UGക്ക് ശേഷമുള്ള ഒബ്വിയസ് PG സൊല്യൂഷൻ ആയി മാറുന്നു എന്നുള്ളതാണ്. സോ ഈ രണ്ട് കൂട്ടർക്കും MBA ചെയ്യുന്ന രീതി എന്നുള്ളത് രണ്ട് രീതിയിൽ കൂടിയാണ്. സോ ആദ്യമായിട്ട് നമുക്ക് നോൺ കൊമേഴ്സ് ഫിനാൻസ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ MBA ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മനസ്സിലാക്കാം. സോ ഈ കൂട്ടർ ഇവർക്ക് പറഞ്ഞതുപോലെ തന്നെ ടെക്നിക്കൽ ഫീൽഡ് ആകാം, അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി UGയിൽ പഠിക്കാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ MBA പഠിക്കുമ്പോൾ സബ്ജക്റ്റുകൾ പുതിയ സബ്ജക്റ്റുകളാക്കി തോന്നും. സോ ഫിനാൻസ്, അക്കൗണ്ടിങ്, ബിസിനസ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ അവർക്ക് പുതിയതായി ഒരു പുതിയ തലത്തിലുള്ള കോഴ്സായി വരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അക്കൗണ്ടിങ് പോലെയുള്ള സബ്ജക്റ്റുകൾ ഈവൻ ട്യൂഷൻസും സ്പെഷ്യൽ കോച്ചിങ്ങും ഒക്കെ ആവശ്യമായി വരും. കാരണം അത് അവർ UGയിൽ പഠിക്കാത്ത പല കാര്യങ്ങളും പുതിയതായി പഠിക്കുന്നത് കൊണ്ട് തന്നെ. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് MBA എന്നുള്ളത് പുതിയൊരു കോഴ്സാണ്, പുതിയൊരു മേഖലയാണ്, കാര്യങ്ങൾ നന്നായി പഠിക്കേണ്ടതായിട്ടുണ്ട്, നേരത്തെ പഠിക്കാത്ത സബ്ജക്റ്റുകളാണ്. ദേ ഹാവ് ടു പുട്ട് സ്പെഷ്യൽ എഫേർട്ട്. അവർക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ MBA എന്നുള്ളത് ടെക്സ്റ്റ് ബുക്ക് നോളജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിട്ടിക്കലാണ്. അതുകൊണ്ട് MBA എന്നുള്ളത് വെറും PG കോഴ്സ് മാത്രമല്ല, മറിച്ച് പുതിയ മേഖല മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. നേരെ മറിച്ച് രണ്ടാമത്തെ കൂട്ടർ, അതായത് അവർ ഓൾറെഡി മാനേജ്മെൻറ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പോലുള്ള സബ്ജക്റ്റുകൾ പഠിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ അഡ്വാൻസ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ കൂടി എളുപ്പമായിരിക്കും ടെക്നിക്കലായിട്ട് MBA പഠിക്കുന്നത് എന്നുള്ളത്. സോ അവരുടെ മെയിൻ കൺസേൺ എന്നുള്ളത് തിയറി പഠിക്കുക മാത്രമല്ല, നെക്സ്റ്റ് ലെവലിലുള്ള ആ ഒരു മാസ്റ്റേഴ്സ് ആയിട്ടുള്ള മാച്യൂരിറ്റി കൂടി നേടുക എന്ന കാര്യം കൂടിയാണ്. സോ ആദ്യത്തെ കൂട്ടർക്ക് ഈ പറഞ്ഞ മാച്യൂരിറ്റിയും കാര്യങ്ങളും നേടേണ്ടതായിട്ടുണ്ട്, അവർക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൂടി നേടേണ്ടതായിട്ടുണ്ട്, തിയോറിറ്റിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ കൂട്ടുകാർക്ക് അതിൻ്റെ ഒരു ഹാഫ് മാത്രമാണ് ചെയ്യേണ്ടി വരുന്നത്. സോ രണ്ടാമത്തെ കൂട്ടുകാർക്ക് ഇവിടെ കുറേ കൂടി അഡ്വാൻറ്റേജ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ഡിസ്കഷനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ എപ്പിസോഡ് 3 രീതിയിലുള്ള ഓഡിയൻസ് ആണ് കാണാൻ പോകുന്നത്. ഒന്ന്, MBA ഇതുവരെ പഠിക്കാത്ത കൂട്ടുകാരാണ്, MBA പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാരാണ്. ഇതിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒരു വിഭാഗം എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരും, മറ്റത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരും. ഇനി രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് ഓൾറെഡി MBA പഠിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് MBA പഠിച്ചു കഴിഞ്ഞ് ജോലിയിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ആൾക്കാരാണ്. എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരും ഇതിൽപ്പെടും. സോ MBA വിത്ത് എക്സ്പീരിയൻസ് എന്ന ഓഡിയൻസ് കൂടി ഈ വിഭാഗത്തിൽ വരുന്നുണ്ട്. സോ ഈ 3 കൂട്ടുകാർക്കും 3 രീതിയിലുള്ള അപ്രോച്ചാണ് വേണ്ടത്. ആദ്യമായിട്ട് MBA ഇതുവരെ ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് UG കഴിഞ്ഞ് ഉടനെ MBA ചെയ്യാനാണോ പ്ലാൻ, അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് MBA ചെയ്യാനാണോ പ്ലാൻ? ഇതും 2 രീതിയിലുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. സോ തുടക്കത്തിൽ പറഞ്ഞ, അതായത് MBA തീരെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണ്, നോൺ കോമേഴ്സ് നോൺ ഫിനാൻസ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത്
വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞ്, അതായത് നിങ്ങൾ ഏത് ഫീൽഡിലാണ് UG കഴിഞ്ഞത് അതിനുശേഷം MBA ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ ആ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നേടാൻ പറ്റുന്നു. അതിനുശേഷം MBA പ്രോഗ്രാം ചെയ്യുന്നതോടുകൂടി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്തും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, MBA എന്നുള്ളത് വളരെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. പ്രൊജക്ട് മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഫിനാൻസ്, HR, മാർക്കറ്റിംഗ്, സെയിൽസ്, അങ്ങനെ വളരെ പ്രോസസ്സുകളും കാര്യങ്ങളും എല്ലാ മേഖലകളും, എല്ലാ ടെക്നിക്കൽ എഡ്യൂക്കേഷനും, അത് എഞ്ചിനീയറിംഗ് ആയാലും മെഡിക്കൽ ആയാലും ഹ്യൂമാനിറ്റീസിൽ ഏത് മേഖലയായാലും ഫാഷൻ ഡിസൈനിങ് ആയാലും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലായാലും എല്ലാത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓൾറെഡി ടെക്നിക്കലായിട്ട് നിങ്ങൾ ഏതിലാണ് UG ചെയ്തത് അതിൽ വർക്ക് എക്സ്പീരിയൻസിന് ശേഷമാണ് നിങ്ങൾ MBA ചെയ്യുന്നതെങ്കിൽ, ഇഫ് യു ആർ എ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് എങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതല്ല നിങ്ങൾക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്, ഫിനാൻസ് കാര്യങ്ങളാണ് UGയിൽ പഠിച്ചത്, BBA, BCom, BBM പോലുള്ള കോഴ്സുകളാണ് പഠിച്ചതെങ്കിൽ, ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് വർക്ക് എക്സ്പീരിയൻസ്, ഒരു PG കോഴ്സായി MBA വരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജായി മാറ്റാൻ പറ്റുന്നു. സോ ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നോൺ കോമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1, 2, 3 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായാലും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. പിന്നീട് ഡിസ്റ്റൻസ് MBA ആണോ റെഗുലർ MBA ആണോ നല്ലത് എന്നുള്ള ഡിസ്കഷനാണ്. തീർച്ചയായിട്ടും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഡിസ്റ്റൻസ് MBA, പാർട്ട് ടൈം MBA, എക്സിക്യൂട്ടീവ് MBA എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്വാൻറ്റേജിൽ ഉപയോഗിക്കാൻ പറ്റും. റെഗുലർ MBAക്ക് തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. അതല്ല UG കഴിഞ്ഞ് ഉടനെ MBA ചെയ്യുകയാണ്, വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ കോമേഴ്സ് സ്റ്റുഡൻസിനും മറ്റും അവർക്ക് റെഗുലർ MBA ആണ് എന്തുകൊണ്ടും നല്ലത്. ഇനിയുള്ളത് MBA ഓൾറെഡി ചെയ്യുന്ന കൂട്ടുകാരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ MBA എന്നുള്ളത് വെറും തിയോററ്റിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് കോഴ്സ് അല്ല, മറിച്ച് അത് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാനേജ്മെൻറ്റ് ലെവലിൽ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ ജോലി അന്വേഷിക്കേണ്ട മേഖലയായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയത്ത്, MBA ചെയ്യുന്ന സമയത്ത് സെമസ്റ്റർ ബ്രേക്കിലും മറ്റും ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ്, ട്രെയിനിങ് നേടുക, അതോടൊപ്പം ഇൻഡസ്ട്രി വിസിറ്റ്സ് നടത്തുക, നെറ്റ്വർക്കിങ്ങിന് കൂടുതൽ സാധ്യത കണ്ടെത്തുക, ഇതിലേക്കുള്ള പ്ലാറ്റ്ഫോംസ് കണ്ടെത്തുക, കൂടുതലുള്ള ആൾക്കാർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. കാരണം ഈവൻ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ ജോബ്, നല്ല ബന്ധങ്ങൾ പുതിയ ജോബിലേക്ക് നിങ്ങളെ സഹായിക്കും. ഓൾറെഡി ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ബെറ്റർ കരിയർ പ്ലേസ്മെൻറ്റിനും മറ്റും നിങ്ങളെ ഇത് സഹായിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം ഏത് MBA ആണോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ട്രെൻഡ്സും കാര്യങ്ങളുമൊക്കെ കൂടുതൽ മനസ്സിലാക്കുക. ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും MBA എന്നുള്ളത് ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധമില്ല ഡയറക്റ്റ്ലി, ബട്ട് ഇറ്റ് ഗീവ്സ് അനദർ ഫ്ലേവർ. ഓൺട്രപ്രണർഷിപ്പും MBA എന്നുള്ളത് ഏകദേശം അടുത്ത് കിടക്കുന്നു, ഒരു കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് വളരെ ചുരുക്കി പറയാം. പക്ഷേ അഗൈൻ ദേ ആർ ഡിഫറെൻറ്റ്, അവ തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിന് കൂടുതൽ വീഡിയോ നമുക്ക് ചെയ്യാം, കോണ്ടന്റുകളിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏതായിരുന്നാലും ഓൺട്രപ്രണർഷിപ്പ്, ഓൺട്രപ്രണറിയൽ എഫേർട്സും MBAയും കൂടുതൽ മനസ്സിലാക്കി അവ തമ്മിൽ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന കാര്യവും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും ഓഡിയൻസ് എന്നുള്ളത് ഓൾറെഡി വർക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ആഫ്റ്റർ MBA, അല്ലെങ്കിൽ MBA കഴിഞ്ഞു പക്ഷേ ജോലി ലഭിക്കാത്ത ആൾക്കാരാണ്. ജോലി ലഭിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈവൻ ഇഫ് യുവർ സാലറി ഇസ് ലോ, നിങ്ങളൊരു പ്രത്യേക ഏരിയ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ നോൺ കോമേഴ്സ്, നോൺ ഫിനാൻസ് ആണെങ്കിൽ നിങ്ങളുടെ UG ഏതായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസിൽ സൂപ്പർവൈസറി അല്ലെങ്കിൽ ടീം ലീഡർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പൊസിഷനിലേക്കാണ് നിങ്ങൾ ഈ MBA കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള റെസ്യൂമെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എംപ്ലോയബിലിറ്റി സ്കിൽ ആവശ്യമുള്ളത്, ആ എംപ്ലോയബിലിറ്റി സ്കിൽ നേടാൻ ആവശ്യമായ ജോലികൾ, ട്രെയിനിങ് നേടുക എന്നുള്ളതാണ്. ഇത് കാശ് അങ്ങോട്ട് കൊടുത്ത് ട്രെയിനിങ് നേടുന്നതിനേക്കാൾ നല്ലത് മിനിമം അല്ലെങ്കിൽ കുറഞ്ഞ സാലറി കൊണ്ട് നിങ്ങൾ ഏതൊക്കെ കഴിവാണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ് നേടാൻ ആഗ്രഹിക്കുന്നത് ആ ജോബ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലീസ് ഡോണ്ട് ബി കൺസേൺഡ് മോർ അബൌട്ട് യുവർ സാലറി. വോളണ്ടറി കൈൻഡ് ഓഫ് ജോബ്സ് ആൻഡ് ഓൾ യു ക്യാൻ ടേക്ക് എന്നുള്ളതും ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾ ഓൾറെഡി ജോബിലാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാലറി ഇല്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും നിങ്ങളുള്ള ആ ജോബിൽ തന്നെ ഏത് രീതിയിലുള്ള ഓർഗനൈസേഷനാണ് നിങ്ങൾ ഒബ്ജക്റ്റീവ് ആയി വെച്ചിട്ടുള്ളത്
അതിലേക്കുള്ള പാലങ്ങൾ പണിയുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, നെറ്റ്വർക്കിംഗ് ചെയ്യുക. ജോബ് മാർക്കറ്റ് ഈസ് ഹൈലി കോമ്പറ്റീറ്റീവ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നിങ്ങളുടെ ചാലഞ്ച് എങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് EI കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. EI സ്കിൽസൊക്കെ നേടിയെടുക്കുക. എന്താണ് EI, ഏതൊക്കെയാണ് EI സ്കിൽസ് എന്ന കാര്യം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ നിങ്ങളെ റെലവൻ്റ് ആക്കി വെക്കുക എന്നുള്ളതും MBA പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ലൊരു ജോബ് ലഭിക്കില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. IIMസിൻ്റെ അല്ലെങ്കിൽ XLRIസിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രീമിയം B സ്കൂൾസിൻ്റെ അഡ്രസ്സ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും MBA എന്നുള്ളത് വലിയൊരു ബാധ്യതയായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ബാധ്യത അല്ലാതെ, ലയബിലിറ്റി അല്ലാതെ അസറ്റാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ആ MBA സ്റ്റിക്കർ മാത്രം പോരാ. അതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്, ആ കോഴ്സ് കഴിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ നോൺ കോമേഴ്സ്, നോൺ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ള ആൾക്കാരാണ്, UG കഴിഞ്ഞ ആളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നിങ്ങൾ ടെക്നിക്കലായിട്ട് UG ഏതാണ് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, കോഴ്സുകൾ ചെയ്ത ആളാണെങ്കിൽ അത് MBA കൂടി ആഡ് ചെയ്ത് MBAയിൽ അല്പം നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ UG റിലേറ്റഡ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് സഹായിക്കും. സോ അതിനുശേഷം ഏത് ടെക്നിക്കൽ മേഖലയാണോ നിങ്ങൾ UG ചെയ്തത് അതിൻ്റെ ആഡഡ് ലെയറായിട്ടാണ് MBA വരുന്നത്. സോ MBAയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ കോഴ്സിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആ ടെക്നിക്കൽ ഫീൽഡിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിലേക്കും മറ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നത് ഇവിടെ അഡ്വാൻറ്റേജ് ആണ്. അതല്ല, നിങ്ങൾ മാനേജ്മെൻറ്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കോമേഴ്സ്, ഫിനാൻസ് റിലേറ്റഡ് UG ചെയ്ത ആളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് MBAയിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ നേടേണ്ടതായിട്ടുണ്ട്. യു ഹാവ് ടു വർക്ക് റിയലി ഹാർഡ് എന്നുള്ള കാര്യമാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് MBA എങ്ങനെ വാല്യുബിൾ ആക്കാം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എഗെയിൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ ഡിസ്കഷൻ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.